Hi friends, welcome to JS Math Zone. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സ് ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ordered pair x plus 1 y minus 2 equal to ordered pair 3 1, find the values of x and y. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ordered pair x plus 1 y minus 2 equal to ordered pair 3 1 എന്നാണ് അല്ലേ. നമുക്കറിയാം രണ്ട് ഓർഡേർഡ് പെയേഴ്സ്, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻസും ഈക്വൽ ആവണം. അത് നമ്മൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചു. അതായത് ഈ രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെൻസും ഈക്വൽ ആവണം, കറസ്പോണ്ടിങ് സെക്കൻഡ് എലമെൻസും ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 ആവണം, y മൈനസ് 2 ഈക്വൽ ടു 1 ആവണം. ഈ രണ്ട് ഓർഡേർഡ് പെയേഴ്സും ഈക്വൽ ആവണമെങ്കിൽ അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 3 മൈനസ് 1 അല്ലേ. ഈ പ്ലസ് 1നെ പുറത്തോട്ട് എടുക്കുമ്പോൾ -1 ആയി. y ഈക്വൽ ടു ഇവിടെ 1 ഉണ്ട്, -2നെ പുറത്തോട്ട് എടുക്കുമ്പോൾ +2 ആയി. ദാറ്റ് ഈസ് 3 minus 1 equal to 2 and 1 plus 2 equal to 3. അപ്പോൾ x equal to 2ഉം y equal to 3ഉം ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയില്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. Second question, if P equal to set A, B, C and Q equal to singleton set R, form the sets P cross Q and Q cross P. Are these two products equal? ഇവിടെ നമുക്ക് പി ഒരു സെറ്റ് തന്നിട്ടുണ്ട്, സെറ്റ് എ ബി സി. ക്യൂ ഒരു സിംഗിൾട്ടൺ സെറ്റാണ് തന്നിരിക്കുന്നത്. ഒരേ ഒരു എലമെൻ്റ് ഉള്ള സെറ്റിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് ആർ. ഇനി പി ക്രോസ് ക്യൂവും ക്യൂ ക്രോസ് പിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രണ്ടും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പി ക്രോസ് ക്യൂ കാണാം. പി ക്രോസ് ക്യൂ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ്. ഓരോ പെയറിലെയും ഫസ്റ്റ് എലമെൻറ്റ് പിയിലെ എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റ് ക്യൂയിലെ എലമെൻറ്റും ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ വരിക? ഓർഡേർഡ് പെയർ എ ആർ വരും ഫസ്റ്റ്, പിന്നെ ബി ആർ, ഓർഡേർഡ് പെയർ ബി ആർ കോമ ഓർഡേർഡ് പെയർ സി ആർ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പി ക്രോസ് ക്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് ക്യൂ ക്രോസ് പി നോക്കണം അല്ലേ. ക്യൂ ക്രോസ് പി ഈക്വൽ ടു, ക്യൂ ക്രോസ് പി നോക്കുമ്പോൾ ഇതുപോലെ ഓർഡേർഡ് പെയർസ് തന്നെയാണ് വരിക, പക്ഷേ ഫസ്റ്റ് സെറ്റ് അവിടെ ക്യൂ ആണ്. അപ്പോൾ ക്യൂയിലെ എലമെൻ്റ് ആണ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരിക, പിയിലെ എലമെൻറ്റ്സ് സെക്കൻഡ് എലമെൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ അതെങ്ങനെ വരും? ആർ എ, ഓർഡേർഡ് പെയർ ആർ എ കോമ ഓർഡേർഡ് പെയർ ആർ ബി കോമ ഓർഡേർഡ് പെയർ ആർ സി. നമുക്കറിയാം ഓർഡേർഡ് പെയർസ് തരുമ്പോൾ എ ആർ, ഓർഡേർഡ് പെയർ എ ആർ നോട്ട് ഈക്വൽ ടു ഓർഡേർഡ് പെയർ ആർ എ. അതുപോലെ ഓർഡേർഡ് പെയർ ബി ആർ നോട്ട് ഈക്വൽ ടു ഓർഡേർഡ് പെയർ ആർ ബി. അതുപോലെ തന്നെ ഓർഡേർഡ് പെയർ സി ആർ നോട്ട് ഈക്വൽ ടു ഓർഡേർഡ് പെയർ ആർ സി. അതെന്തുകൊണ്ടാണ് അത് ഈക്വൽ അല്ല എന്ന് പറയുന്നത്? അത് അതിൻ്റെ നമ്മൾ പറയുന്ന ആ പേരിൽ തന്നെയുണ്ട്, ഓർഡേർഡ് പെയർ. അതിൻ്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഓർഡർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഈക്വൽ ആവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി ക്രോസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ ക്രോസ് പി എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 3 4, സി ഈക്വൽ ടു സെറ്റ് 4 5 6. ഫൈൻഡ് അതിൽ ഫസ്റ്റ് സബ്ഡിവിഷൻ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി. ഇതിൽ 4 സബ്ഡിവിഷൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സബ്ഡിവിഷനാണ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ആണ് അവിടെ കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി ബ്രാക്കറ്റിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ബി ഇൻ്റർസെക്ഷൻ സി കാണാം. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെൻസിൻ്റെ സെറ്റാണല്ലേ. ബിയിൽ 3ഉം 4ഉം ആണുള്ളത്, സിയിൽ 4ഉം 5ഉം 6ഉം ആണുള്ളത്. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് എന്താണ്? 4 മാത്രമാണ്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് 4 ആണ്. ഇനി നമുക്ക് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എളുപ്പമായിട്ട് കാണാം. അതെങ്ങനെയാണ്? എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എന്ത് വരും? എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്, ക്രോസ് സിംഗിൾട്ടൺ സെറ്റ് 4 വരും. ഇങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. ഫസ്റ്റ് ഓർഡർ പെയർ ഏതാ? 1 4 അല്ലേ. 1 4 പിന്നെ
2 4 പിന്നെ 3 4. അപ്പോൾ ഇതാണ് നമുക്ക് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി കിട്ടുന്നത്. സെക്കൻഡ് സബ്ഡിവിഷൻ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. എ ക്രോസ് ബിയുടെയും എ ക്രോസ് സിയുടെയും രണ്ട് ക്രോസ് പ്രൊഡക്റ്റുകളുടെ രണ്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റുകളുടെ ഇൻ്റർസെക്ഷനാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റുകൾ കാണാം. ദാറ്റ് ഈസ് എ ക്രോസ് ബി. ഫസ്റ്റ് എ ക്രോസ് ബി ആണ് കാണേണ്ടത്. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. ബി എന്ന് പറയുന്നത് സെറ്റ് 3 4 ആണ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്ത് വരും? ഓർഡർഡ് പെയർസിൻ്റെ സെറ്റാണ്. അതിൽ ഓരോ ഓർഡർഡ് പെയറിൻ്റെയും ഫസ്റ്റ് എലമെൻറ്റ്സ് ആയിട്ട് എയിലെ എല്ലാ നമ്പേഴ്സും വരണം, സെക്കൻഡ് എലമെൻറ്റ്സ് ആയിട്ട് ബിയിലെ എല്ലാ എലമെൻറ്റ്സും വരണം. അപ്പോൾ ഫസ്റ്റ് 1 വെച്ചിട്ട് തന്നെ എഴുതാം അല്ലേ നമുക്ക്. അപ്പോൾ ഓർഡേർഡ് പെയർ 1 3 എഴുതി, പിന്നെ ഓർഡേർഡ് പെയർ 1 4 എഴുതി. അപ്പോൾ 1 വെച്ചിട്ട് ഇവിടെ രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്, ആ രണ്ട് എലമെൻറ്റ്സിന് നമ്മൾ പെയർ ചെയ്ത് എഴുതി. ഇനി 2 വെച്ചിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? ഓർഡേർഡ് പെയർ 2 3 ആൻഡ് ഓർഡേർഡ് പെയർ 2 4. നെക്സ്റ്റ് ഓർഡേർഡ് പെയർ 3 3 ആൻഡ് ഓർഡേർഡ് പെയർ 3 4. അപ്പോൾ ഇത്രയാണ് എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ്. എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ 1 3, ഓർഡേർഡ് പെയർ 1 4, ഓർഡേർഡ് പെയർ 2 3, ഓർഡേർഡ് പെയർ 2 4, ഓർഡേർഡ് പെയർ 3 3, ഓർഡേർഡ് പെയർ 3 4. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നമുക്ക് ആദ്യം തന്നെ 1 3 2 3 3 3 1 4 2 4 3 4 അങ്ങനെ എഴുതി കഴിഞ്ഞാലും ശരിയാണ് കേട്ടോ. ഇനി നമുക്ക് എഴുതേണ്ടത് എ ക്രോസ് സി ആണ്. എ ക്രോസ് സി ഈക്വൽ ടു എ ക്രോസ് സി എഴുതുമ്പോൾ നോക്കിയേ, ഇവിടെ എ എന്ന് പറയുന്നത് ഒരു 3 എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ്, സി എന്ന് പറയുന്നതും 3 എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ അനുസരിച്ച് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ 3യും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സി 3യും ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് സി എന്ന് പറയുന്നത് 3 × 3 9 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റായിരിക്കും അല്ലേ നമുക്ക് എ ക്രോസ് സി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് 1 4 1 5 1 6 എഴുതാം അല്ലേ. ഓർഡേർഡ് പെയർ 1 4, ഓർഡേർഡ് പെയർ 1 5, ഓർഡേർഡ് പെയർ 1 6. ഇനി 2 4 2 5 2 6. ഇനി അടുത്തത് ഓർഡേർഡ് പെയർ 3 4 3 5 3 6. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. ഓർഡേർഡ് പെയർ 1 3, ഓർഡേർഡ് പെയർ 1 4, ഓർഡേർഡ് പെയർ 2 3, ഓർഡേർഡ് പെയർ 2 4, ഓർഡേർഡ് പെയർ 3 3, ഓർഡേർഡ് പെയർ 3 4. എ ക്രോസ് സി നമുക്ക് കിട്ടിയത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. ഓർഡേർഡ് പെയർ 1 4, ഓർഡേർഡ് പെയർ 1 5, ഓർഡേർഡ് പെയർ 1 6, ഓർഡേർഡ് പെയർ 2 4, ഓർഡേർഡ് പെയർ 2 5, ഓർഡേർഡ് പെയർ 2 6, ഓർഡേർഡ് പെയർ 3 4, ഓർഡേർഡ് പെയർ 3 5, ഓർഡേർഡ് പെയർ 3 6. ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ക്രോസ് ബിയുടെയും എ ക്രോസ് സിയുടെയും ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. 1 3 ഇതിലുണ്ടോ? ഇല്ല. 1 4 ഇതാ ഇതിലുണ്ട്, ഇതിലുണ്ട്. 2 3 ഇതിലുണ്ട്, പക്ഷേ ഇതിൽ കാണുന്നില്ല. 2 4 ഇതാ ഇതിലുണ്ട്, ഇതിലുണ്ട്. ഇനി 3 3 ഇതിലില്ല. 3 4 രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് കിട്ടിയത് 1 4ഉം ഓർഡേർഡ് പെയർ 2 4ഉം ഓർഡേർഡ് പെയർ 3 4ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ആ 3 ഓർഡേർഡ് പെയർസും കൂടി കൂടിയിട്ടുള്ള സെറ്റായിരിക്കും. That is A cross B intersection A cross C equal to set of all ordered pairs, ordered pair 1 4, comma ordered pair 2 4, comma ordered pair 3 4. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ എ ക്രോസ് ബി യൂണിയൻ സി ആണ്. അതായത് എയുടെയും ബി യൂണിയൻ സിയുടെയും ക്രോസ് പ്രോഡക്റ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ സെറ്റാണ്. ബി യൂണിയൻ സി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എടുത്തെഴുതണം അല്ലേ. ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിയിലെയും സിയിലെയും എല്ലാ എലമെൻസും വരും അല്ലേ. അപ്പോൾ 3 വരും, 4 വരും. 4 ഒരു പ്രാവശ്യം എഴുതിയോണ്ട് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. 5ഉം 6ഉം എഴുതാം അല്ലേ. അപ്പോൾ ബി യൂണിയൻ സി കിട്ടി. ഇനി എയുടെയും ബി യൂണിയൻ സിയുടെയും ക്രോസ് പ്രോഡക്റ്റ് കാണണം. ദാറ്റ് ഈസ് എ ക്രോസ് ബി യൂണിയൻ സി ഈക്വൽ ടു എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. ക്രോസ് ബി യൂണിയൻ സി എന്ന് പറയുന്നത് സെറ്റ് 3 4
5 6 ആണ്. ഇങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് കാണാൻ വരുമ്പോൾ നമുക്ക് നമ്മൾ ഒരു ഓർഡേർഡ് പെയറും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ക്രോസ് ബി, ആ ക്രോസ് പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്നൊരു കണക്കൂട്ടൽ വേണം. അതായത് ഇവിടെ 3 എലമെൻറ്റ്സ് ഉള്ള സെറ്റും 4 എലമെൻറ്റ്സ് ഉള്ള സെറ്റും കൂടിയാണ് ക്രോസ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 × 4 12 എലമെൻറ്റ്സ് ആ ഒരു സെറ്റിൽ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് വരിക? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് 1 3 1 4 1 5 1 6, ഇനി 2 3 2 4 2 5 2 6. ഇനി ഓർഡേർഡ് പെയർ 3 3 3 4 3 5 3 6 അല്ലേ? ഓർഡേർഡ് പെയർ 3 3, ഓർഡേർഡ് പെയർ 3 4, ഓർഡേർഡ് പെയർ 3 5 and ordered pair 3 6. ഇപ്പോൾ എത്ര എലമെൻറ്റ്സ് ആയി? 1 2 3 4 5 6 7 8 9 10 11 12 എലമെൻറ്റ്സ് ഉള്ള സെറ്റ് കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് എ ക്രോസ് ബി യൂണിയൻ സി വരുന്നത്. ഇനി നമുക്ക് ഫോർത്ത് സബ്ഡിവിഷൻ നോക്കാം. ഫോർത്ത് സബ്ഡിവിഷൻ എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി ആണ്. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി നമ്മൾ നേരത്തെ കണ്ടിരുന്നു സെക്കൻഡ് സബ്ഡിവിഷനിൽ. അപ്പോൾ നമുക്ക് എ ക്രോസ് ബിയും എ ക്രോസ് സിയും കിട്ടിയതാണ്. എന്തൊക്കെയാണ് കിട്ടിയിരുന്നത്? A cross B equal to set of all ordered pairs, ordered pair 1 3, ordered pair 1 4, ordered pair 2 3, ordered pair 2 4, ordered pair 3 3, ordered pair 3 4. A cross C equal to set of all ordered pairs, ordered pair 1 4, ordered pair 1 5, ordered pair 1 6, ordered pair 2 4, ordered pair 2 5, ordered pair 2 6, ordered pair 3 4, ordered pair 3 5, ordered pair 3 6. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സ് എഴുതണം, ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സ് എഴുതണം അല്ലേ? ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 3 1 4 1 5 1 6 ഉണ്ട് അല്ലേ ഇവിടെ? പിന്നെ 2 3 2 4 2 5 2 6 3 3 3 4 3 5 3 6 അത്രയും വരും. ഇത്രയും വരും അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് പി ഈക്വൽ ടു സെറ്റ് 1 2 ഫോം ദ സെറ്റ് പി ക്രോസ് പി. അതാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പി ക്രോസ് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ ഓർഡർ ട്രിപ്ലെറ്റ്സ് ആയിരിക്കും അല്ലേ? എ ക്രോസ് ബി ക്രോസ് സി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്ന് നോക്കാം. പി ക്രോസ് പി ഈക്വൽ ടു അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം കേട്ടോ. സെറ്റ് 1 2 ക്രോസ് സെറ്റ് 1 2 ക്രോസ് സെറ്റ് 1 2 അല്ലേ? അപ്പോൾ ഇതിൽ ഓർഡർ ട്രിപ്ലെറ്റ്സ് ആണ് വരിക. ഏതൊക്കെയാണ് വരിക എന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 ആണ്, ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 ആണ്, ഇതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 ആണ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റിൽ ഇതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 × 2 × 2 ദാറ്റ് ഈസ് 8 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ശ്രദ്ധിച്ച് നോക്കണം. 1 1 1 ഓർഡർ ട്രിപ്ലെറ്റ് 1 1 1. ഇനി നെക്സ്റ്റ് വരുന്നത് ഓർഡേർഡ് പെയർ 1 1 2 ആണ് കേട്ടോ. അതായത് ഇപ്പോൾ 1 1 വെച്ചിട്ട് ഇതിലെ 1 എടുത്തു, ഫസ്റ്റ് എലമെൻ്റ് എടുത്തു. ഇനി 1 1 വെച്ചിട്ട് ഇതിലെ സെക്കൻഡ് എലമെൻ്റ് എടുത്തു. അപ്പോൾ 1 1 1 1 1 2. ഇനി നമുക്ക് ഇതിലെ 1 തന്നെ എടുത്തിട്ട് ഇതിലെ സെക്കൻഡ് എലമെൻ്റ് എടുക്കാം. അപ്പോൾ 1 2 1 1 2 2 രണ്ട് ഓർഡർ ട്രിപ്ലെറ്റ്സ് കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിലെ ഈ 1ന് പകരം 2 എടുക്കാം. 2 എടുത്തിട്ട് 2 1 1 2 1 2 എടുക്കാം അല്ലേ? ഇതിലെ സെക്കൻഡ് എലമെൻറ്റും ഇതിലെ ഫസ്റ്റ് എലമെൻറ്റും ഇത് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ എന്താ വരിക? 2 1 1 2 1 2. ഇനി നമുക്ക് ഇതിലെ സെക്കൻഡ് എലമെൻറ്റും ഇതിലെ സെക്കൻഡ് എലമെൻറ്റും എടുത്തിട്ട്, അതായത് 2 2 1 2 2 2 പി ക്രോസ് പി അതുപോലെ 3 ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. അങ്ങനെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ ഏതെങ്കിലും ഓർഡർ ട്രിപ്ലെറ്റ് വിട്ടു പോയാലോ അല്ലെങ്കിൽ ഇതെങ്ങനെ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉള്ളവർ ആദ്യം 2 എണ്ണത്തിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 1 1 2 2 1 2 2 എന്ന് കിട്ടും. അങ്ങനെ കണ്ടതിന് ശേഷം അതിനെ 1 2നോട് ഒന്നുകൂടി ക്രോസ് പ്രോഡക്റ്റ് കാണാം.
അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇഫ് ആർ ഇസ് ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വാട്ട് ഇസ് ദി കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ആർ ക്രോസ് ആർ ആൻഡ് ആർ ക്രോസ് ആർ റെപ്രസെൻറ്റ്. ഇത് നമ്മൾ ഓർഡേഡ് പെയറിൻ്റെ ഒക്കെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് നമുക്കറിയാം, അതിനകത്ത് 0, 1, 2, 3, 4, 5, 6 അങ്ങനെ എല്ലാ നമ്പേഴ്സും ഉണ്ടാവും. ഇപ്പുറത്തോട്ടും -1, -2, -3, -4 അങ്ങനെ എല്ലാ നമ്പേഴ്സും ഉണ്ടാവും. അതിന് ഇടയിലുള്ള ഇപ്പോൾ ഒരു 0യും 1ഉം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അതായത് ഇവിടെ 0.5 ഉണ്ടാവും, ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കിൽ നോക്കുകയാണെങ്കിൽ 0.25 ഉണ്ടാവും, അതിൻ്റെ രണ്ടിൻ്റെ നടുക്കിൽ നോക്കുകയാണെങ്കിൽ 0.125 അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ 0.0001 അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാവും. അതായത് ഒരു കംപ്ലീറ്റ് ലൈൻ മൊത്തം അത് എത്രത്തോളം നീളത്തിൽ പോകാവുന്നോ അത്രത്തോളം നീളത്തിൽ മൊത്തം പോകുന്നതാണ് ഈ റിയൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയൽ ലൈൻ്റെ രണ്ടെണ്ണം ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആർ ക്രോസ് ആർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇതുപോലെ തന്നെ എല്ലാ ഓർഡേഡ് പെയർസും കിട്ടും. അതായത് 1, 1, 1, 2, 1, 3 അങ്ങനെയുള്ള ഓർഡേഡ് പെയർസ് കിട്ടും. ഇങ്ങനെയുള്ള എല്ലാ ഓർഡേഡ് പെയർസും ഇതിപ്പോൾ ഇവിടെ ഓരോ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഓർഡേഡ് പെയർസ് കിട്ടും. ഈ ഓർഡേഡ് പെയർസ് നമ്മളെപ്പോഴും റെപ്രസെൻ്റ് ചെയ്യാറ് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടാണ് അല്ലേ. ഇവിടെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. അപ്പോൾ ഇവിടേക്കാണ് വരുന്നത്. അതായത് ഈ ഓർഡേഡ് പെയർസ് കൊണ്ട് ഡിനോട്ട് ചെയ്യണത് ഇതിൽ ഒരു പ്ലെയിനിലെ നമ്പേഴ്സാണ്, ഒരു പ്ലെയിനിലെ പോയിൻറ്റ്സ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഓർഡേഡ് പെയർസ് എഴുതി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ആർ ക്രോസ് ആർ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിനെയാണ്, ഒരു 2 ഡയമെൻഷണൽ സ്പേസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ആർ ക്രോസ് ആർ എന്ന് എടുക്കുമ്പോൾ നമുക്കിവിടെ ഓർഡർ ട്രിപ്ലെറ്റ്സ് ആണ് കിട്ടുക. ഓർഡർ ട്രിപ്ലെറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സ്പേസിനെയാണ്, അതായത് ഒരു 3 ഡയമെൻഷണൽ പ്ലെയിനെയാണ് കേട്ടോ. അതെങ്ങനെയാണ് വരിക എന്ന് ഞാൻ കാണിച്ചു തരാം. 3 ഡയമെൻഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാനൊന്നും പറ്റില്ല, പക്ഷെ ഒരു ഏകദേശം നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇത് എക്സും ഇത് വൈയും ഇത് സെഡും ആണെങ്കിൽ നോക്കിയേ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഓരോ പോയിൻറ്റ്സ് ഇതാ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സ്പേസിൽ ഇവിടെ ഒരു പ്ലെയിനിലുള്ള പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ XY പ്ലെയിനിലുള്ള ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ Z കോർഡിനേറ്റ് 0 ആയിട്ട് വരും. അതേ സ്ഥാനത്ത് കുറച്ച് മുകളിലുള്ളൊരു പോയിൻ്റാണ് എടുക്കുന്നതെങ്കിൽ, ഒരു സ്പേസിലുള്ളൊരു പോയിൻ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും സെഡ് ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് എടുത്തിട്ട് നമുക്ക് ഒരു ഓർഡർ ട്രിപ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും സെറ്റായിരിക്കും ഈ ആർ ക്രോസ് ആർ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി അതെങ്ങനെയാണ് നമ്മൾ എഴുതണേന്ന് നോക്കാം. ആർ ക്രോസ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് ആർ. ഇങ്ങനെയാണ് എഴുതുക. ഈ ഓർഡേഡ് പെയർസിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരു 2 ഡയമെൻഷണൽ സ്പേസിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. അതായത് ഒരു പ്ലെയിനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യും എന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ 2 ഡയമെൻഷണൽ സ്പേസ്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് ആർ ക്രോസ് ആറിൻ്റെ നോക്കാം. R cross R equal to set of all ordered triplets x, y, z such that x, y, z element of R. ഇങ്ങനെ വരുന്ന ഓർഡർ ട്രിപ്ലെറ്റ്സ് നമ്മൾ എന്താ പറഞ്ഞാൽ, ഒരു സ്പേസിലൊരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ. അതായത് എന്താ പറയുക, നമുക്ക് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ 3 ഡയമെൻഷണൽ സ്പേസ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ഇഫ് എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ്, ഓർഡേഡ് പെയർ പി ക്യൂ, ഓർഡേഡ് പെയർ പി ആർ, ഓർഡേഡ് പെയർ എം ക്യൂ, ഓർഡേഡ് പെയർ എം ആർ,
ഫൈൻഡ് എ ആൻഡ് ബി എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എയും ബിയും തന്നു കഴിഞ്ഞാൽ എ ക്രോസ് ബി കാണാൻ. എ ക്രോസ് ബി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓർഡേഡ് പേഴ്സിൻ്റെ സെറ്റാണ്. അതിലെ എല്ലാ ഓർഡേഡ് പേഴ്സിനെയും ഫസ്റ്റ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത് എയിലെ എലമെൻസും സെക്കൻഡ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത് ബിയിലെ എലമെൻസും ആയിരിക്കും. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എയും ബിയും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എയിലെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത് ഈ ഓർഡേഡ് പേഴ്സിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് ഇവിടെ പി വരുന്നുണ്ട്, പിന്നെ എമ്മും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു സെറ്റ് പി കോമ എം എന്നെഴുതാം. അതുപോലെ ബി ഈക്വൽ ടു സെക്കൻഡ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ക്യൂ വരുന്നുണ്ട്, ആർ വരുന്നുണ്ട്, ക്യൂ ആർ അല്ലേ. അപ്പോൾ ബി ഈക്വൽ ടു സെറ്റ് ക്യൂ ആർ എന്നും നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്